യാക്കോബിനെ കുറിച്ച് ഇനി പറഞ്ഞാൽ, എൻ്റെ പയറപ്പായസം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അപ്പം ഞാൻ തിന്നാതെ കൊടുക്കേണ്ടി വന്നാലും വേണ്ടില്ല, എൻ്റെ ആവശ്യം ജ്യേഷ്ഠാവകാശം. ഈ ലോകത്തിൽ ചിലതൊക്കെ നാം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ആമേൻ, ആ പുത്രത്വത്തെ, ആ അവകാശത്തെ, ആ കിരീടത്തെ, ആ സ്വർഗരാജ്യത്തെ നഷ്ടപ്പെടുത്തരുത്. ഈ ലോകത്തിലെ പണം നഷ്ടപ്പെടട്ടെ, ആമേൻ, നമ്മെ എല്ലാവരും പുച്ഛിക്കട്ടെ, നമ്മുടെ മാനം നഷ്ടപ്പെടട്ടെ, നമ്മുടെ മഹത്വം നഷ്ടപ്പെടട്ടെ, മറ്റുള്ളവർ നമ്മെ വെറും പുച്ഛമായി എണ്ണട്ടെ, കുഴപ്പമില്ല. അവരുടെ മുമ്പേ ഞാൻ താഴണോ താഴാം, അവിടെ ചവിട്ടുമെത്തയാകണോ ചവിട്ടുമെത്തയാകാം, എങ്കിലും എനിക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടരുത്. എൻ്റെ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും വരുന്ന നഷ്ടങ്ങൾ, അത് നഷ്ടമല്ല, ഇരട്ടിയായി 100 മടങ്ങായി തിരികെ പ്രാപിക്കുവാനുള്ള ഒരു ചിലവിടലാണ്. എന്ന് പറഞ്ഞാൽ, നീ സ്നാനപ്പെട്ടാൽ, നീ പെന്തിക്കോസിൽ പോയാൽ, നീ അതെ കുടുംബത്തിലെ പാരമ്പര്യം വിട്ട് ദൈവസന്നിധിയിൽ പോയാൽ എൻ്റെ വീട് നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞാൽ 100 വീട് പ്രതീക്ഷിക്കാം. അതിന് വേണ്ടിയുള്ള ഒരു മുടക്കാണ് ഈ വീട്. ഇതുപോലെ സ്വത്തുക്കൾ, ഇതുപോലെ ഏതെല്ലാം എൻ്റെ യേശുവിനെ സ്വീകരിപ്പാൻ വേണ്ടി, ആ സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടി, എൻ്റെ യേശുവിൻ്റെ നാമനിമിത്തം നീ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ഇതെല്ലാം 100 മടങ്ങ് പ്രാപിക്കുവാനുള്ള മുതൽ മുടക്കുകളാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഒരുപാട് വളരുവാൻ വേണ്ടി ഒരു ബിസിനസ്സിന് ഒരു മൂലധനം നിക്ഷേപിക്കുന്നത് പോലെ ഒരു മൂലധനമാണിത്. സ്തോത്രം. പക്ഷെ ഇത് നഷ്ടം വരുന്നതല്ല, 100 മേനി 100 മടങ്ങ് പ്രാപിക്കുവാൻ നാം നിക്ഷേപിച്ചതാണ് എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. കർത്താവിൻ്റെ നാമനിമിത്തം നീ എൻ്റെ മോനല്ല, എൻ്റെ മോളല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ജോലി തരില്ല, നിനക്ക് നിന്നെ ഞങ്ങൾ കല്യാണത്തിന് വിളിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിനക്ക് നഷ്ടമാകുന്നത്, അത് നഷ്ടമല്ല, 100 മടങ്ങ് പ്രാപിക്കുവാനുള്ള ഒരു മൂലധനമാണ്.